ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ച് അതിൽ സംഘർഷമുണ്ടാവുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുകയാണ് പ്രവർത്തകർ. സംസ്ഥാന വ്യാപകമായി പോലീസ് അതിക്രമങ്ങളിൽ ഉള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. KSUവിന്റെ മാർച്ച് വലിയ പ്രതിഷേധത്തിലാണ് കലാശിച്ചത്. പോലീസും ബാരിക്കേഡൊക്കെ നേരത്തെ എടുത്ത് എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമമാണ്, പോലീസിന്റെ ശ്രമമാണ് നമ്മൾ കാണുന്നത്. അറസ്റ്റിനെ ചെറുക്കുകയാണ് പ്രതിഷേധക്കാർ. റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. അതായത് വടക്കാഞ്ചേരി തൃശൂർ സംസ്ഥാന പാത ഇപ്പോൾ KSU പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം KSUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രതിഷേധം ആദ്യം തടഞ്ഞത് ഈ കുറച്ച് നീങ്ങിയാണ്. അതായത് ഈ പോലീസ് സ്റ്റേഷന് ഒരു 50 മീറ്റർ അപ്പുറത്താണ് ഈ പ്രതിഷേധം തടഞ്ഞത്. അവിടെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ബാരിക്കേഡ് തള്ളിമറിച്ചിട്ട ശേഷം പിന്നീട് അവിടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും അതിനുശേഷം പ്രവർത്തകർ അവിടെ നിന്നും പ്രതിഷേധവുമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരുമായി പോലീസ് ഉന്തും തള്ളുമുണ്ടായി. മാത്രമല്ല ഇപ്പോഴും ആ ഒരു സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. KSU പ്രവർത്തകർ റോഡിൽ കിടന്നും അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തിയും പ്രതിഷേധിക്കുകയാണ്. ഈ കുന്നംകുളത്ത് സുജിത്തിനെതിരെയുള്ള പോലീസ് മർദ്ദനം നടക്കുന്ന സമയത്ത് അന്നത്തെ CI അവിടെ ഷാജഹാൻ ആയിരുന്നു. ഈ അന്നത്തെ CI പിന്നീട് ഈ ഒരു കേസിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല. അന്ന് പക്ഷേ ഷാജഹാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തായിരുന്നു. അതേസമയം തന്നെ അതിനുശേഷം പിന്നീട് വന്ന പരാതികളിലൊന്നും തന്നെ യാതൊരു വിധത്തിലും നടപടി എടുത്തില്ല. കുറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തി കാണിക്കുന്നത്. മാത്രമല്ല വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ള ഒരു KSU പ്രവർത്തകനെ എതിരെ ഈ കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പേരിൽ ഉള്ള കേസുകൾക്ക് പുറമെ കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ട് ഇയാൾക്ക് KSUവിന്റെ ജില്ലാ ഭാരവാഹിയാണ്. ഈ ജില്ലാ ഭാരവാഹിക്കെതിരെ നിരവധി കള്ളക്കേസുകൾ എടുക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ ഗണേഷ് ആറ്റൂരിന്റെ വീട്ടിലേക്ക് വരെ രാത്രിയിൽ പോലീസ് ചെന്ന് ഗുണ്ടായിസം കാണിക്കുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഈ KSUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ഒരു സംഭവത്തിലാണ് വലിയൊരു പ്രതിഷേധം ഇപ്പോൾ എന്തായാലും വടക്കാഞ്ചേരിയിൽ നടക്കുന്നത്. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തന്നെയാണ്. പോലീസ് ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും യാതൊരു വിധത്തിലും അതിന്റെ ഒരു പൂർണ്ണ തോതിൽ ഫലം കണ്ടിട്ടില്ല. നേരിയ തോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ ഈ മേഖലയിൽ തന്നെയുണ്ട്. പോലീസും ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഈ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ നേതാക്കൾ ഇടപെട്ട് KSU പ്രവർത്തകരെ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഇത് ഇനി വീണ്ടും ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി ഇവിടെ കാണുന്നു. ഹേമശ്ലിഷയാണ് വിവരങ്ങൾ നൽകുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSUവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. സംസ്ഥാന വ്യാപകമായ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. വലിയ ജനക്കൂട്ടം തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാനുള്ള പോലീസ് ശ്രമങ്ങളെ പ്രതിരോധിക്കുകയാണ് പ്രക്ഷോഭകർ. അവിടെ കിടന്നുകൊണ്ട് ഒരു തരത്തിലും അറസ്റ്റിന് വഴങ്ങാതെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പരിക്കേറ്റിട്ടുണ്ട്. എടുത്ത് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ഉണ്ടാകുന്നു. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.